ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തിനെ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കതിനെ 6 ഘട്ടങ്ങളായിട്ട് 6 ഫേസസ് ആയിട്ട് നമുക്കതിനെ തരംതിരിക്കാം. സ്വാതന്ത്ര്യം തുടങ്ങിയതിന് ശേഷമുള്ള, അതായത് ഇന്ത്യയിലെ പ്ലാനിംഗ് ആരംഭിക്കുന്നത് 1951 അപ്പൊ 1951 തുടങ്ങി ഇപ്പോഴത്തെ നമ്മുടെ ഒരു കഴിഞ്ഞ വർഷം 2019 വരെയുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തിനെ 6 പ്രധാനപ്പെട്ട ഫേസസുകളായിട്ട് 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പൊ അതിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 1951 ടു 1965. 1951 തുടങ്ങി 1965 വരെയുള്ള കാലഘട്ടമാണ്. അതായത് ആദ്യത്തെ 3 5-year പ്ലാൻസ് കവർ ചെയ്യുന്ന കാലഘട്ടമാണിത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 5-year പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്ന അവസരത്തിൽ, അതായത് 1951 സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ 200 years ബ്രിട്ടീഷ് റൂളിന് ശേഷം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ഒന്നും തന്നെയില്ല, ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ല, പ്രൊഡക്ഷൻ വളരെ കുറവ്, അങ്ങനെ എംപ്ലോയ്മെന്റ് വളരെ കുറവ്, അങ്ങനെ വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു ഈ 1951 ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ആദ്യത്തെ 5-year പ്ലാൻ, ഞാൻ നേരത്തെ എന്റെ ക്ലാസ്സിൽ ഇതിനോട് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 5-year പ്ലാൻ അഗ്രികൾച്ചർ സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇൻഡസ്ട്രിയൽ സെക്ടറിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 1951 തുടങ്ങി 1956 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ രണ്ടാമത്തെ 5-year പ്ലാൻ, അതായത് സെക്കൻഡ് 5-year പ്ലാൻ 1956 സ്റ്റാർട്ട് ചെയ്ത രണ്ടാമത്തെ 5-year പ്ലാൻ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിനൊരു ഗ്രോത്തിന്റെ ആരംഭം അല്ലെങ്കിൽ പ്രാരംഭഘട്ടം തുടങ്ങുന്നത്. നമ്പർ ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് വെയർ സെറ്റപ്പ് ഡ്യൂറിംഗ് ദി സെക്കൻഡ് 5-year പ്ലാൻ പീരിയഡ്, ദാറ്റ് ഈസ് ഫ്രം 1956 ടു 1961. അതായത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സിമെന്റ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഹെവി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, കോൾ ഇൻഡസ്ട്രീസ്, മെഷീൻ ബിൽഡിംഗ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് ഹെവി ഇൻഡസ്ട്രീസ് ആ കാലഘട്ടം, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വളരെയധികം ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ പീരിയഡ്. ആ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തേർഡ് 5-year പ്ലാൻ, അതായത് ഈ ഫസ്റ്റ് ഫേസിന്റെ അവസാന ഘട്ടം 1961 തുടങ്ങി 1965 വരെയുള്ള ഫസ്റ്റ് ഫേസിന്റെ അവസാന ഘട്ടത്തിലും നല്ല ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തന്നെയാണ് ഇന്ത്യൻ എക്കോണമി കാഴ്ചവെച്ചത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു, അവിടെ എംപ്ലോയ്മെന്റ് വർദ്ധിച്ചു, ഔട്ട്പുട്ട് വർദ്ധിച്ചു. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് 1956-61 പീരിയഡില് 31.1%, അതുപോലെ തന്നെ 1961 to 65 പീരിയഡിൽ, അതായത് തേർഡ് 5-year പ്ലാൻ പീരിയഡിൽ 19%, 19% ആയിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഒരു സ്ട്രോങ് ബേസ്, ഇൻഡസ്ട്രിയൽ ബേസ് താങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ആദ്യത്തെ ഫേസായ 1951 തുടങ്ങി 1965 വരെയുള്ള കാലഘട്ടം. ഇനി നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് പോകുക. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ട്രെൻഡിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1965 തുടങ്ങി 1980 വരെയുള്ള കാലഘട്ടമാണ്. 1965 തുടങ്ങി 1980 വരെയുള്ള കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലൊരു പ്രകടനമായിരുന്നില്ല കാഴ്ചവെച്ചത്. ആദ്യത്തെ ഫേസിലുണ്ടായ ആ ഒരു ഗ്രോത്തിനെ ഡിറ്റോറിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്ന, ഡിസലറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ സെക്കൻഡ് ഫേസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങൾ, അതായത് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളായ 1967-68 കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, നമ്മൾ പറഞ്ഞു നേരത്തെ 19% ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 10% ആയിട്ട് ആദ്യ ഫേസിൽ കുറയുകയും പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് 71-72 ആയപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 5.6 ആയിട്ട് 5.6% അടുത്ത കൊല്ലം, അതായത് 73-74 0.8% ആയിട്ട് കുറഞ്ഞു.
ഈ കാലഘട്ടത്തിന്റെ അവസാനം, അതായത് 78-79 അല്ലെങ്കിൽ 79-80 കാലഘട്ടമായപ്പോഴേക്കും 1.6 നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വരെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടായി. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വളരെ മോശമായ ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ സെക്കൻഡ് ഫേസായ 1965-80 പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ തേർഡ് 5-year പ്ലാൻ പീരീഡിൽ, അതായത് 1965-65 കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് 2 യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. അതിന്റെ ഇമ്പാക്ട് വന്നത് 65-ന് ശേഷമാണ്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള 2 യുദ്ധങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ, അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി ഇൻഡസ്ട്രിയൽ സെക്ടറിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് 1965-ന് ശേഷമായി. യുദ്ധമുണ്ടായത് 62-ലും 65-ലായിരുന്നുവെങ്കിലും അതിന്റെ റിയൽ ഇമ്പാക്ട് എക്കണോമിക്കിലേക്ക് വന്നത് 1965-ന് ശേഷമാണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ഈ വാർ അല്ലെങ്കിൽ എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിലെ സ്ലോ ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. that will result in slow rural demand. റൂറൽ ഡിമാൻഡ് വളരെയധികം കുറയ്ക്കുന്നതിന് അത് കാരണമായി തീരുന്നു. മൂന്നാമത്തെ റീസൺ ആയിട്ട് പറഞ്ഞത് 1971-72 കാലഘട്ടങ്ങളിലുണ്ടായ ഓയിൽ പ്രൈസ് ഹൈക്കായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒപ്പക്ക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഓയിൽ പ്രൈസ് വളരെയധികം വർദ്ധിപ്പിച്ചു. 3 to 4 times എല്ലാം ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ച ഒരു കാരണമാണ്. നാലാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വളരെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, കാരണം ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റത്തിനെല്ലാം ഒരുപാട് കാലതാമസം, റിട്ടാർഡിസം, ഡിലേ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ ഒരു ഇൻഎഫിഷ്യന്റ് കൺട്രോളിംഗ് ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടായിരുന്നു. ഇതുമൂലം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ വളരെയധികം കുറഞ്ഞു. ഈ 4 കാരണങ്ങളാണ് 1965-80 പീരീഡിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ മോശമായ അല്ലെങ്കിൽ ഡിറ്റോറിയേറ്റ് ചെയ്തതിന് കാരണമായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാം, 4 റീസൺസ്. ഒന്നാമത്തത് വാർ അല്ലെങ്കിൽ എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയും. രണ്ടാമത് ഓയിൽ പ്രൈസ് ഹൈക്ക്, 1971-72 ഓയിൽ പ്രൈസ് ഹൈക്ക്. മൂന്നാമതായിട്ട് ദ പുവർ പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഡിക്ലൈനിങ് റൂറൽ ഡിമാൻഡ്. നാലാമതായിട്ട് പറയുന്നത് ദി ഇൻഎഫിഷ്യന്റ് കൺട്രോൾ, ദി ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആൻഡ് ദി ഡിലേ ഇൻ ലൈസൻസിംഗ് വിച്ച് വിൽ റിസൾട്ട് ഇൻ ഡിക്ലൈൻ ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ 2 ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെയധികം മോശമായി. ഇനി മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1980 തുടങ്ങി 1990 വരെയുള്ള കാലഘട്ടമാണ്. അതായത് 1980 തുടങ്ങി 90 വരെയുള്ള 10 വർഷത്തെ കാലയളവാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6th 5-year പ്ലാന്റെയും 7th 5-year പ്ലാന്റെയും കാലഘട്ടമായിരുന്നത്. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് തുടങ്ങിയ കാലഘട്ടമാണത്. വളരെയധികം ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഗ്രോത്ത് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ 1980-1990 എന്ന് പറയുന്ന ആ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ടറിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഫേസിലുണ്ടായ ആ ഒരു ഹൈ ഗ്രോത്ത് റേറ്റ് വീണ്ടും റിവൈവ് ചെയ്ത് വീണ്ടും തിരിച്ചു വരുന്നത് വീണ്ടും തേർഡ് ഫേസിലാണ്. അപ്പോൾ തേർഡ് ഫേസിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ റിക്കവറിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ നെഗറ്റീവ് ഗ്രോത്ത് ആണ് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 79-80 ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഈ 80s ആദ്യഘട്ടങ്ങളിൽ, അതായത് 81-82 കാലഘട്ടങ്ങളിൽ 6% ആയിട്ടും പിന്നീട് അതിന്റെ അവസാന ഘട്ടം, അതായത് 1987-88 ആയപ്പോഴേക്കും ഏതാണ്ട് 8.5% ആയിട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊഡക്ഷൻ വളരെയധികം കൂടി. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് 5 കാരണങ്ങളാണ്. 5 കാരണങ്ങളാണ് ഈ കാലഘട്ടങ്ങളിലെ ഇൻഡസ്ട്രിയൽ റിവൈവലിന് കാരണമായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാരണം ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് പോളിസീസ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ കൺട്രോളിംഗിലും ലൈസൻസിംഗിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു അനാവശ്യമായ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ലൈസൻസിംഗൊക്കെ കുറച്ചുകൂടെ കിട്ടുന്നതിന് എളുപ്പമുള്ളതാക്കി തീർത്തു. അങ്ങനെ ആ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ലിബറലൈസേഷൻ പോളിസി അത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് എൻകറേജ്മെന്റ് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് the reduction of domestic barriers and encourage Indian industries to competition. ഒരുപാട് തടസ്സങ്ങൾ, ഫോറിൻ കോമ്പറ്റീഷൻ, ടാരിഫുകൾ, അങ്ങനെയുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കുറെയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ ഫോറിൻ ആയിട്ട് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, അങ്ങനെ കോമ്പറ്റേറ്റീവ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ഒരു മെഷർ കൂടി ആ സമയത്ത് ഗവൺമെന്റ് എടുത്തു. ഇതും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ പ്രചോദനം നൽകിയ ഒരു ഘടകമായിരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് ടെക്നോളജി ആയിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ആദ്യമായിട്ട് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഈ തേർഡ് ഫേസ് 1980-90 കാലഘട്ടങ്ങളിലാണ്. നാലാമത് ഈ സിംപ്ലിഫിക്കേഷൻ ഓഫ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾസ്, ബ്യൂറോക്രസീനെ കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന വഴി അനാവശ്യമായിട്ട് ലൈസൻസിങ്ങിനും മറ്റുള്ള മറ്റ്
കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഡിലേ ഒഴിവാക്കി തീർക്കുന്നതിനും ഇത് കാരണമായി തീരുന്നു. അവസാനമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, എസ്പെഷ്യലി ലോ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ അവർക്ക് വേണ്ടത്ര അഡ്വക്കേറ്റ് ഫിനാൻസ് കൊടുക്കുന്നതിലൂടെ ബാങ്കുകളുടെ നാഷണലൈസേഷൻ ഒക്കെ നടന്ന കാലഘട്ടമാണ്. അപ്പോൾ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തതോടുകൂടി ഇൻഡസ്ട്രിയൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ബാങ്കുകൾ ICICI അതുപോലെ തന്നെ IDBI തുടങ്ങിയ ബാങ്കുകളുടെ എല്ലാം എസ്റ്റാബ്ലിഷ്മെന്റോടുകൂടി ഇൻഡസ്ട്രിയൽ സെക്ടറിന് ലോ റേറ്റിൽ ഫിനാൻസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടി ആരംഭിച്ചു. ഈ പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കി. അപ്പോൾ 5 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് പോളിസീസ് ബൈ ദ ഗവൺമെന്റ്. രണ്ടാമത് the removal of barriers and encourage Indian industries to pour in competition, competitive efficiency കൂട്ടി. മൂന്നാമതായിട്ട് ടെക്നോളജി, മോഡേൺ ടെക്നോളജി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നാലാമതായിട്ട് അനാവശ്യമായ ബ്യൂറോക്രസിയുടെ കൺട്രോളുകളും നിയന്ത്രണങ്ങളും എല്ലാം എടുത്തു കളഞ്ഞു. അഞ്ചാമതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ അതായത് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ വളരെയധികം ബൂസ്റ്റ് ഉണ്ടാക്കി. ബാങ്കുകളുടെ ലോ റേറ്റിൽ ഫിനാൻസ് കൊടുക്കാനും ഒരുപാട് ലോൺ ഫെസിലിറ്റീസ് ക്യാപിറ്റൽ എല്ലാം ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നതിനുള്ള സംവിധാനം കൂടി ആരംഭിച്ചു. ഇതായിരുന്നു അവരുടെ തേർഡ് ഫേസിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെയധികം പ്രോഗ്രസ് പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1991 തുടങ്ങി 2000 വരെയുള്ള 1991 തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടമായിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്തിന്റെ നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നാലാമത്തെ ഫേസിൽ തേർഡ് ഫേസിൽ കൈവരിച്ച ആ ഗ്രോത്ത് പതുക്കെ ഒന്ന് ഡിറ്റോറിയേറ്റ് ചെയ്തു. തേർഡ് ഫേസിന്റെ അവസാന ഘട്ടം നമ്മളത് ഒരു 10% ഗ്രോത്ത് വരെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വന്നതാണ് 1989-90 കാലഘട്ടങ്ങളിൽ. അത് 1992-93 കാലഘട്ടമായപ്പോഴേക്കും 6% ആയിട്ട് ആ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. പിന്നീട് അതിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും അതായത് 1998-90 ആയപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വെറും 2.1% ആയിരുന്നു. അപ്പോൾ വളരെ അത്ര നല്ലൊരു പ്രകടനമല്ല ഇൻഡസ്ട്രിയൽ സെക്ടർ അതിന്റെ ഫോർത്ത് ഫേസിൽ കാഴ്ചവെച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വീണ്ടും ഒരു ഡിറ്റോറിയേഷൻ ഫോർത്ത് ഫേസിൽ സംഭവിച്ചു. ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ഹൈ കോമ്പറ്റീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കോമ്പറ്റീഷനെ പിടിച്ചു നിൽക്കാൻ മാത്രം എല്ലാ ഇൻഡസ്ട്രീസും കേപ്പബിൾ ആയിരുന്നില്ല. പെട്ടെന്ന് ഇന്ത്യൻ എക്കോണമി പുതിയ ന്യൂ ഇക്കണോമിക് പോളിസി ആ സമയത്ത് നടപ്പിലാക്കിയ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയെല്ലാം അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഈ ഫോറിൻ ഹെവി ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഈ ഹെവി കോമ്പറ്റീഷൻ മൂലം പല ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെയും ഉൽപാദനം ദോഷകരമായിട്ട് ബാധിച്ചു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ഇൻഡസ്ട്രീസിന് ഫണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഉദ്ദേശിച്ച അത്ര ഡെവലപ്മെന്റ് പിന്നീട് ആദ്യം തുടക്കത്തിൽ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വലിയ ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ലോ ഗ്രോത്ത് റേറ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. മൂന്നാമതായിട്ട് ഈ ഫേസിൽ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. കാരണം അതിന്റെ കാരണം ഈ ഗ്ലോബലൈസേഷൻ പോലെയുള്ള പോളിസികളാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ വളരെയധികം ഫാള ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഒരുപാട് പേര്, പിന്നെ മാത്രമല്ല ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ആ സമയത്ത് ഈ സർവീസ് സെക്ടറിലേക്കൊക്കെ പോവുകയും ചെയ്തു. അവസാനമായിട്ട് വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ആ കോമ്പറ്റേറ്റീവ് എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ വേണം, അതുപോലെ തന്നെ മറ്റു ഘടകങ്ങൾ വേണം. പക്ഷേ ഇന്ത്യയിൽ അപ്പോഴും പവർ ഷോർട്ടേജ് അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും ആഡ്വക്കേറ്റ് ആയ രീതിയിൽ, അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റി, മറ്റ് ഫെസിലിറ്റീസ് ഒന്നും കാര്യമായ രീതിയിലൊന്നും ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് 4 കാരണങ്ങളായിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഫോർത്ത് ഫേസിലെ, അതായത് 1991 to 2000 പോർ പെർഫോമൻസിന് കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ 4 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ദെൻ സ്ലോ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ തേർഡ് വൺ ദി ലോ പോർ പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, ആൻഡ് ദെൻ വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 8ാം പദ്ധതിയുടെയും അതുപോലെ തന്നെ 9ാം പദ്ധതിയുടെയും 8th 5-year പ്ലാനിന്റെയും 9th 5-year പ്ലാനിന്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 5ാമത്തെ ഫേസിലേക്ക് കിടക്കുകയാണ്. 5ാമത്തെ ഫേസ് എന്ന് പറയുന്നത് 2001 തുടങ്ങി 2010 വരെയുള്ള 2001 തുടങ്ങി 2010 വരെയുള്ള കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ 5ാമത്തെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു റിവൈവലിന്റെ കാലഘട്ടമാണ്. നമ്മൾ ഈ ഫോർത്ത് ഫേസിൽ കണ്ട ആ ഡിറ്റോറിയേഷൻ പതുക്കെ ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ ഒന്ന് കരകയറാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ് നമ്മൾ ഈ 2010
2009 തുടങ്ങി 2010 വരെയുള്ള ഇതിൽ കണ്ടത് റിക്കവറി ഫേസ് ആയിരുന്നു. അതിന്റെ ആദ്യ ഫേസിൽ, അതായത് 2002-2003 കാലഘട്ടങ്ങളിൽ 5% ഇൻഡസ്ട്രിയൽ ഗ്രോത്തും, പിന്നീട് അത് 2005-2006 കാലഘട്ടങ്ങളിൽ 7.2% ഇൻഡസ്ട്രിയൽ ഗ്രോത്തും, അവസാനം അതിന്റെ 2008-2009 കാലഘട്ടങ്ങളിൽ 9% ഇൻഡസ്ട്രിയൽ ഗ്രോത്തും കൈവരിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിന് സാധിച്ചു. അതിന്റെ ഒരു കാരണം ആ സമയത്ത് ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ക്യാപിറ്റൽ മാർക്കറ്റ് കുറച്ചധികം വളരെയധികം ഡെവലപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രീസിന് കൂടുതൽ ഫിനാൻസ് എല്ലാം കിട്ടി. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ മറ്റൊരു ചേഞ്ചും കൂടെ നമുക്കിവിടെ കാണിക്കാം. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും ഗവൺമെന്റ് പതുക്കെ പിൻവാങ്ങുകയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഭൂരിഭാഗവും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൈയടക്കുന്ന ഒരു ട്രെൻഡ് കൂടി നമുക്ക് ഈ 2000 ശേഷം, അത് 90s തന്നെ തുടങ്ങിയതാണ്. 90s തുടങ്ങിയ കാലം 2010 ആയപ്പോഴേക്കും വളരെയധികം വർദ്ധിച്ചു. ഏതാണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു 80-85% ഇൻഡസ്ട്രീസും പ്രൈവറ്റ് സെക്ടറിലേക്ക് തന്നെ വരികയും ചെയ്യും. മാത്രമല്ല ഈ കാലഘട്ടങ്ങളിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെയധികം ഗ്രോ ചെയ്തതുകൊണ്ടും അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ചെറിയ റിവൈവൽ ഉണ്ടായതുകൊണ്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ സാമാന്യം നല്ലൊരു പ്രകടനമാണ് ഈ അഞ്ചാമത്തെ ഫേസായ 2001 തുടങ്ങി 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ കാഴ്ചവെച്ചത്. നമ്മൾ ലാസ്റ്റ് ഫേസ്, അതായത് സിക്സ്ത് ഫേസ് എന്ന് പറഞ്ഞാൽ 2011 ശേഷമുള്ള ഫേസാണ്. അതായത് നമ്മളിപ്പോൾ പേശിക്കൊണ്ട്, അത് നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ്. അത് ഫുൾ വാല്യുവേഷൻ ആയിട്ടില്ല. 2011 ശേഷമുള്ള ഫേസാണ്. ഇതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം മാത്രം, അതായത് 2016 വരെയുള്ള മാത്രമേ നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാലഘട്ടം നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ അല്പം ഒരു ഡിറ്റോറിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ കാര്യമായിട്ടല്ലെങ്കിലും അതിന്റെ കാരണം ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾക്കറിയാം. പിന്നെ 2008-2009 ഉണ്ടായ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം ഇന്ത്യൻ ഇൻഡസ്ട്രികളുടെ എക്സ്പോർട്ട് ഡിമാൻഡ് വളരെയധികം കുറഞ്ഞു. അപ്പോൾ പല ഇതിലും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉള്ള ഇന്ത്യയിലെ എക്സ്പോർട്ട് ഡിമാൻഡ് കുറഞ്ഞത് കാരണം ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ വളരെയധികം ദോഷം, പ്രത്യേകിച്ചും IT പോലെയുള്ള ഇൻഡസ്ട്രീസ്, അതുപോലെ ഹെവി ഇൻഡസ്ട്രീസ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്, അതിനെയെല്ലാം ഒരുപാട് ദോഷകരമായിട്ട് ബാധിച്ച ഒരു കാലഘട്ടമാണ് ഇത്. ഈ ഒരു പറയുന്നത്. അപ്പോൾ അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറച്ച് കുറയാനുള്ള കാരണം. മറ്റ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉദ്ദേശിച്ചത്രയും വർദ്ധിച്ചില്ല. അതിന്റെ ഒരു പിന്നീട് കാരണം എന്ന് പറയുന്നത് ചൈനീസ് പ്രോഡക്റ്റ്. ഈ ചൈനീസ് പ്രോഡക്റ്റ് വേൾഡ് മാർക്കറ്റിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്തുകൊണ്ട് വളരെ ചീപ്പ് പ്രൈസസിന്, ലോ പ്രൈസസിന് പല ചൈനീസ് പ്രോഡക്റ്റുകളും അവൈലബിൾ ആയതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഫേസ്, അത് ശരിക്കും 2000 നമ്മളെ ഫിഫ്ത്ത് ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ അവസാന ഘട്ടത്തിലും ചൈനീസ് പ്രോഡക്റ്റുകളുടെ ഒരു ഫ്ലറിഷ് ഉണ്ടായിരുന്നു 2000 ശേഷം. അതെന്നാൽ വളരെയധികം ഫ്ലറിഷ് ആയതോടുകൂടി പ്രൈസസ് വളരെ കുറഞ്ഞ് പല പ്രോഡക്റ്റുകളും, എസ്പെഷ്യലി ഇലക്ട്രോണിക് ഗുഡ്സ് എല്ലാം അവൈലബിൾ ആവാൻ തുടങ്ങി. മൊബൈൽ ഫോൺസ്, അതുപോലെയുള്ള സാധനങ്ങൾ, കമ്പ്യൂട്ടറിന്റെ അക്സസറീസ് എല്ലാം തന്നെ. അതല്ല, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ എല്ലാം ഇന്ത്യയിൽ ദോഷകരമായിട്ട് ബാധിച്ച ഒരു ഇതാണ്. ഇന്ത്യയിലെ പല പ്രധാനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലും കമ്പ്യൂട്ടറിനെല്ലാം ചൈനീസാണ് കൂടുതൽ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോണുകളുടെയും ഇതിന്റെ ഒന്നും ഡിമാൻഡ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെയുള്ള വളരെയധികം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ താഴ്ന്നുപോയ ഒരു കാലഘട്ടത്തിന്റെ ഒരു രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ചൈനീസ് പ്രോഡക്റ്റുകളുടെ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലറിഷ് ആയിരുന്നു. മൂന്നാമതായിട്ടൊരു റീസൺ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ റൈസിംഗ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാങ്കുകളുടെ കിട്ടാക്കട വളരെയധികം വർദ്ധിച്ചു ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും. അപ്പോൾ ബാങ്കുകൾ പിന്നെ ഇൻഡസ്ട്രീസിന് ഫിനാൻസ് ചെയ്യാൻ അവർ ഒന്ന് മടിച്ചു. അവിടെ കിട്ടാക്കടം വർദ്ധിച്ചപ്പോൾ, അവരുടെ ലയബിലിറ്റി കൂടിയപ്പോൾ, അവര് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വർദ്ധിച്ചപ്പോൾ ബാങ്കുകൾ ഫിനാൻസ് ചെയ്യുന്നതിനായിട്ട് ഒന്ന് മടിക്കുന്നത് മൂലം അതും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പെർഫോമൻസിനെ ദോഷകരമായിട്ട് ബാധിച്ച ഒരു ഘടകമായിരുന്നു. ഇങ്ങനെ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന്റെ വളർച്ചാ ഘട്ടങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.